السلام عليكم ورحمة الله وبركاته. الحمد لله وبه نستعين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. من عمل صالحا من ذكر أو أنثى فهو مؤمن فلنحيينه حياة طيبة ولنجزينهم بأحسن ما كانوا يعملون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹവും നേടിയെടുക്കാൻ കഴിയും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചർച്ച ചെയ്ത വിഷയം അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നവർക്ക് അള്ളാഹു രണ്ടു ലോകവും നഷ്ടപ്പെടുത്തി കളയും എന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളെ നാം വിശദീകരിച്ചു. ഇന്ന് രണ്ട് ലോകവും കിട്ടുന്ന പ്രവർത്തനം എന്താണ്? രണ്ട് ലോകവും നഷ്ടപ്പെടുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ രണ്ട് ലോകവും കിട്ടാൻ വേണ്ടി ഇഹലോകവും കിട്ടണം, പരലോകവും കിട്ടണം. എന്തു ചെയ്യണം? അതേക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു: മൻ അമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മനിരതമായി ജീവിച്ചു, വിശുദ്ധനായി തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിച്ചു, അത് മിൻ ദക്കരിൻ ഔ ഉൻസ, അങ്ങനെ ജീവിച്ചത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഫഹുവ മുഅ്മിൻ, ആ ജീവിക്കുന്ന വ്യക്തിക്ക് ഈമാൻ ഉണ്ടാവണം. ഈമാനോടുകൂടി സൽക്കർമ്മനിരതമായി ജീവിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹു പറയുന്നു ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, ഏറ്റവും നല്ലൊരു ജീവിതം അള്ളാഹു ദുനിയാവിൽ നൽകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മഈശത്തൻ ലങ്ക, വമൻ അഅറദൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നും മുഖം തിരിച്ച് ജീവിക്കുന്നവർക്ക് ഇഹത്തിൽ അള്ളാഹു മാനസികമായും ശാരീരികമായുമുള്ള പ്രയാസങ്ങൾ നൽകി കുടുസാക്കും. എന്നാൽ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, പരലോകത്ത് റബ്ബ് ബ്ലൈൻഡായി അന്ധനായി മനുഷ്യനെ ഒരുമിച്ച് കൂട്ടും. ഇതായിരുന്നു നമ്മളുടെ ചർച്ച. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു ഇഹലോകം നൽകും. എപ്പോൾ? ഈമാനോടുകൂടി സൽക്കർമ്മനിരതമായി ജീവിച്ചാൽ, വിശുദ്ധനായി ജീവിച്ചാൽ അള്ളാഹു ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, നല്ല ജീവിതം ഈ ദുനിയാവിൽ തന്നെ തരും. വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, തീർന്നില്ല. ആ നല്ല ജീവിതം നയിച്ചതിന് വലനജ്സിയന്നഹും, നാം പ്രതിഫലം നൽകും പരലോകത്ത്, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന് അള്ളാഹു നാളെ പരലോകത്തിനും പ്രതിഫലം തരും. അപ്പം ഇഹലോകവും പരലോകവും കിട്ടാൻ ഒരു വിശ്വാസി ചെയ്യേണ്ടത് തന്റെ ജീവിതം സംശുദ്ധമാക്കുകയും മനസ്സ് വിശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി സൽക്കർമ്മനിരതമായി ജീവിച്ചാൽ രണ്ടു ലോകവും അള്ളാഹു തരും. ഇവിടെയും തരും, അവിടെയും തരും.
ഇവിടെ അള്ളാഹു നൽകുന്നത് ഈമാന്റെ വർധനവാണ്. അതോടൊപ്പം മാനസികമായി നഫ്സുൽ ഗിന, മാനസികമായ ഐശ്വര്യം, അതാണ് ദുനിയാവിൽ അള്ളാഹു തരിക. ഇതുപോലെ തന്നെ അള്ളാഹു സൂറത്ത് ഹദീദിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വ ആമിനു ബി റസൂലിഹി, നിങ്ങൾ അവന്റെ പ്രവാചകനിൽ വിശ്വാസമർപ്പിക്കുക, യൂത്തിക്കും കിഫ്ലൈനി മിൻ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി ദുനിയാവിൽ വെച്ച് തന്നെ തരും. 2 ഓഹരി, ഒരു ഓഹരിയല്ല, 2 ഓഹരി, ദുനിയാവിന്റെ 2 ഓഹരി അള്ളാഹു നിങ്ങൾക്ക് നൽകും. വ യജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പ്രകാശവും അള്ളാഹു നൽകും. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 2 പ്രതിഫലം. അതോടൊപ്പം ദുനിയാവിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകതരം പ്രകാശം അള്ളാഹു യജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു പ്രത്യേകതരം പ്രകാശം ജീവിതത്തിൽ അള്ളാഹു തരും. പോരാ, വയഗ്ഫിർ ലക്കും, അതിനിടയിൽ വന്നുപോകുന്ന പാപങ്ങൾ പുറത്തും തരും. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. അപ്പം 2 ഓഹരിയാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തിന്? ഭൂമിയിൽ നന്നായി ജീവിക്കുന്നവർക്ക്. ഭൂമിയിൽ നന്നായി ജീവിക്കുന്നവർക്ക് ഇഹലോകവും പരലോകവും നൽകാം എന്ന് അള്ളാഹുവിന്റെ സൂറത്ത് നഹിലിലൂടെയും സൂറത്തുൽ ഹദീദിലൂടെയും അള്ളാഹു നമ്മോട് സംസാരിച്ചു. ഇനി നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, അപ്പൊ നമ്മൾ നന്നായി ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം പറയാൻ. എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? അള്ളാഹു സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു എന്താണ് ചെയ്യേണ്ടത്. ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങിക്കൊണ്ടാണ് അള്ളാഹു ആ കാര്യം സംസാരിക്കാൻ തുടങ്ങുന്നത്. കാരുണ്യകന്റെ ദാസൻ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അള്ളാഹു പറഞ്ഞു, നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ, അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരു ആരാധ്യന്മാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നന്നായി ജീവിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടതാണ്. ഒരു അള്ളാഹു അല്ലാത്ത ശക്തികളോടോ വ്യക്തികളോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഈമാൻ ശരിയാവണമെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. പിന്നെ രണ്ടാമത് പറഞ്ഞു വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, യാതൊരു കാരണവുമില്ലാതെ ആളുകളെ കൊന്നുകളയും. അതും ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അന്യായമായി ആളുകളെ കൊല്ലാൻ പാടില്ല. ന്യൂസിലാൻഡിൽ ഒരുപാട് ആളുകൾ ഷഹീദായി. ആ ഷഹീദായ ആളുകൾക്ക്, അന്യായമായി വധിക്കപ്പെട്ട് ഷഹീദായ ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഏറെ ഏറെ ദറജകൾ നൽകി അവരെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് ഒരുപാട് ആളുകൾ പലതരത്തിൽ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ. ഈ കൊലപാതകങ്ങൾ മുഴുവൻ ഇവിടെ നടക്കുന്നതിന് കാരണം അല്ലാഹുവിന്റെ റസൂൽ ലോകം അവസാനിക്കുന്നതിന്റെ അഷ്റാത്തുസാ, ലോകാവസാനത്തിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകം അവസാനിക്കാൻ സമയമാകുമ്പോൾ യക്സുറുൽ ഹറജ്, കൊലപാതകം വർദ്ധിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ അച്ചു നിരത്തുന്ന ഓരോ വാർത്തകളും വായിക്കുമ്പോൾ നാണിച്ച് തലതാഴ്ത്തിപ്പോകും. അത്രമാത്രം കൊലപാതകങ്ങളാണ്. പ്രേമാഭ്യർത്ഥന നടത്തി കൊല ചെയ്തു, തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തു, ഭർത്താവിനെ കൊല ചെയ്ത് കാമുകന്റെ കൂടെ പോയി. കൊലങ്ങൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യാതൊരു നിർദാക്ഷിണ്യം, ഒരു പ്രയാസവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ ലോകത്ത് ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ കൂട്ടത്തിൽ ഒരുപാട് തെമ്മാടികളുടെ ഭാഗത്തുനിന്നും കൊലപാതകങ്ങൾ നടക്കുന്നു. ആണും പെണ്ണും കൊലപാതകത്തിന് ഒരു പ്രയാസവുമില്ലാത്ത മനസ്സുമായി ജീവിക്കുകയാണ്. എന്തും ചെയ്യും. ആ നിലക്ക് അതപ്പതിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നന്നായി ജീവിക്കുന്ന മനുഷ്യന്മാർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയില്ല, അന്യായമായി ആരെയും കൊല്ലുകയില്ല. ന്യായമായി കൊല്ലേണ്ടത് ആരാ? നമ്മളല്ല. ആരാണ് കൊല്ലേണ്ടത്? ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട് കൊല്ലേണ്ട ആളുകൾ. അത് കൊന്നവരെ കൊല്ലുക, അതാരാ? ഭരണാധികാരിയാണ്. നമുക്കറിയാം. അതിനെ
ഈ മനുഷ്യാവകാശ നിയമത്തിന്റെ ആളുകൾ പറയും ഇസ്ലാമിന്റെ കാടത്ത നിയമം, അല്ലെ? ഇവിടെ നിരന്തരമായി കൊലപാതകം നടക്കുന്നു. ഇസ്ലാമിക നിയമം നടപ്പിൽ വരുത്തുന്ന ഏതെങ്കിലും ഒരു ഇഞ്ച് ഭൂമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊല ചെയ്തവനെ വെള്ളിയാഴ്ച ദിവസം പരസ്യമായി വെട്ടുന്നു, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടുകയാണ്, കൊന്നു തീർക്കുന്നു. അത് പരസ്യമായി കാണുന്നൊരു സാഹചര്യം ഭൂലോകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്രമാത്രം കൊലപാതകങ്ങൾ നടക്കില്ല. എത്രത്ര പിഞ്ചു പൈതങ്ങളാണ് കുഴിച്ചു മൂടപ്പെട്ടത് അവിഹിത ഗർഭങ്ങളിലൂടെ ഉണ്ടായ. പലരും അറിഞ്ഞിട്ടില്ല, പലരും അറിയുന്നത് ഒന്നോ രണ്ടോ കേസുകളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പൈതങ്ങൾ ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട്. നാളെ പരലോകത്ത് നിന്ന് അല്ലാഹു ചോദിക്കും, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദൻബിൻ ഖുതിലത്, ഏതൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ പൈതങ്ങൾ കൊല്ല ചെയ്യപ്പെട്ടതെന്ന് അല്ലാഹു പരലോകത്ത് ചോദ്യം ചെയ്യും. അപ്പോ കൊലപാതകങ്ങൾ അന്യായമായി നടക്കും. ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റമല്ല. അത് അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനായ ഇബാദു ഷെയ്ത്താന് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ഒരു കാരണവശാലും വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഇല്ലാ ബിൽ ഹഖ്, പിന്നെ പറഞ്ഞു വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. അപ്പൊ നന്നായി ജീവിക്കുന്ന ആളുകൾ വ്യഭിചരിക്കൂല. ഇന്ന് ഭൂമിയിൽ വ്യഭിചരിക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതൊരു വിശാലമായ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാടാണ്. നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? നന്നായി ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, കൊലപാതകവും ഷിർക്കിന്റെയും കൂടെയാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും ഈ തിന്മകൾ ചെയ്താൽ യൽഖ അസാമ, അതിന്റെ പാപഭാരം അവൻ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടും. ഈ 3 തിന്മകളും ജീവിതത്തിൽ വന്നുപോയാൽ അതിന്റെ പാപഭാരം അവൻ നാളെ പരലോകത്ത് കണ്ടുമുട്ടും. തുടർന്ന് അല്ലാഹു പറയുന്നു, തീർന്നില്ല, യുലാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് നിന്ന് ഇരട്ടി ശിക്ഷ കൊടുക്കും. അപ്പം ഓരോരുത്തരും ചിന്തിക്കുക, എന്തെല്ലാം തെറ്റ് ചെയ്തു, ഇരട്ടി ശിക്ഷയിലേക്കാണ് നമ്മളുടെ മയ്യത്ത് പൊതിഞ്ഞു പോവുക, എന്ത് വേണം? യുലാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന, ഏറ്റവും നിന്ദ്യവും നീചവുമായ നിലക്ക് ശിക്ഷിക്കപ്പെടും. ശാശ്വതമായ ശിക്ഷ ഈ തിന്മകൾ ജീവിതത്തിൽ വന്നുപോയാൽ. അപ്പൊ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത്, വ്യഭിചരിക്കരുത്. ഇതിലേത് പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഇനി ഇതിനും ഒരു രക്ഷപ്പെടൽ വേണമല്ലോ നമുക്ക്, വേണ്ടേ? നമ്മളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടില്ലേ? ഉണ്ടോ? ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഒരാള് പറയൂ ഞാൻ ഈ തിന്മകളിലൊന്നും ചെയ്യാത്തവനാണെന്ന്? ഇത് ഈ 3 തിന്മകളിൽ ഏറ്റവും ഭയാനകമായ തിന്മയായിട്ട് അള്ളാഹു എണ്ണിയതാണ്. ഇരട്ടി ശിക്ഷ അള്ളാഹു പറഞ്ഞതാണ്. നിന്ദ്യമായ ശിക്ഷ ശാശ്വതമായി നൽകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ വന്നുപോയി മനുഷ്യനുള്ളവർക്ക് തെറ്റുകൾ, എങ്കിൽ എന്തു വേണം? അള്ളാഹ് പറയാൻ, ഇല്ലാമൻ താബ വഅമില സ്വാലിഹൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ശേഷിക്കുന്ന ജീവിതം തൗബയ്ക്ക് ശേഷം വഅമില സാലിഹൻ, സൽക്കർമ്മനിരമായി ജീവിക്കുകയും തെറ്റുകളിൽ നിന്ന് മുക്തനായി ജീവിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ ജീവിതത്തിൽ വന്നുപോയ ഇന്നലകളിലെ തിന്മകൾ അള്ളാഹു നന്മയായി പരിവർത്തിപ്പിക്കും. ലോകത്തെവിടെയും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അല്ലാഹ്. നമ്മൾ ചെയ്ത തിന്മകൾ നന്മയായി നാളെ പരലോകത്ത് കൊണ്ടുവരും. എപ്പോൾ? യഥാർത്ഥ രൂപത്തിലുള്ള തൗബ ചെയ്യുക. അതോടൊപ്പം ശേഷിക്കുന്ന ബാക്കി ഭാഗം ഈ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മുക്തരാവുക. എങ്കിൽ ഈ തിന്മകളൊക്കെ നന്മകളായി അള്ളാഹു രൂപാന്തരപ്പെടുത്തും. തീർന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാ, വകാനല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാണ്. പേടിക്കണ്ട. ഈ ഭാഗങ്ങളൊക്കെ പള്ളിയിലിരിക്കുന്ന ആണും പെണ്ണും ചിന്തിക്കട്ടെ, ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഈ തെറ്റുകളൊക്കെ വന്നു, ഏതെല്ലാം തരത്തിൽ വന്നു, ഏതെല്ലാം സാഹചര്യങ്ങളിൽ വന്നു, ഏതെല്ലാം സന്ദർഭങ്ങളിൽ വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയെ അയ്യു ദൻബി അഅ്ലം, ലോകത്ത് ഏറ്റവും വലിയ മഹാകുറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? റസൂലുള്ളാഹിന്റെ മറുപടി, കാല, നബി പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഖദ് ഖലഖക,
നിന്നെ സൃഷ്ടിച്ചത് റബ്ബാണ്, അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് നീ സമന്മാരുണ്ടാക്കലാണ് ഏറ്റവും വലിയ പാപം. ചോദ്യകർത്താവ് പിന്നെയും ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാന്ന് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത അൻ തയകുല മാക്. അൻ തഖ്തുല വലദക, നിന്റെ കുഞ്ഞിനെ നീ കൊന്നുകളയാ. ഖശിയത്തായി യകുല മാക്, നിന്റെ കൂടെ അവൻ വലുതായാൽ അവന് തിന്നാൻ കൊടുക്കേണ്ടി വരും എന്ന് ഭയപ്പെട്ടിട്ട് കുട്ടികളെ കൊല്ലുക. ചെയ്തിട്ടുണ്ടോ? പുതിയ തലമുറയിൽ മക്കളെ കൊല്ലാത്തവരാരാണ്? ആരുമില്ല. ഉണ്ടോ? എല്ലാവരും കുട്ടികളെ കൊന്നവരാണ്. എങ്ങനെ കൊല്ലുന്നു? കുഞ്ഞ് വളരാതിരിക്കാൻ, ജനിക്കാണ്ടിരിക്കാൻ DNC ചെയ്തും എത്ര എണ്ണത്തിന് അല്ലേ? എന്നിട്ട് തൗബ ചെയ്തോ? വമ്പൻ പാപവുമായി മയ്യത്ത് പിരിയും. ഇതൊന്നും നമ്മൾ സാധാരണ ജീവിതത്തിൽ വന്നുപോയ പാപം എന്നുള്ളവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദർഭങ്ങളെല്ലാം റബ്ബിനോട് ഖേദിച്ചു മടങ്ങുക. വിവരമില്ലാത്തതുകൊണ്ട് വന്നുപോയി. എത്രയോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രണ്ണാണ് കുഞ്ഞുണ്ടാവണ്ടാന്നാ അല്ലേ? ഖുർആനിൽ അല്ലാഹു കല്യാണം കഴിച്ചിട്ട് എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചാൽ ഖദ്ദിമൂലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി മക്കളെ തയ്യാറാക്കണം ഖുർആൻ പറഞ്ഞു. പക്ഷെ നമുക്ക് മക്കൾ വേണ്ട. ഇന്നത്തെ പച്ച പരിഷ്കാരത്തിന്റെ പടയോട്ടത്തിൽ ഓടുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് കുട്ടികളെ വേണ്ട. ചിലപ്പോൾ അള്ളാഹു പറയും എനിക്ക് കുട്ടികൾ തന്നെ തരില്ല. അങ്ങനെ എത്രയോ ദമ്പതികളുണ്ട് 5-6 കൊല്ലം ജനിക്കേണ്ട കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തു ഇല്ലേ? ഈ തെറ്റും ചെയ്യാത്തവരാണോ നിങ്ങൾ? ഈ പറഞ്ഞ തെറ്റുകളും ചെയ്യാത്ത ആളുകളുടെ ഒന്ന് കൈയൊന്നിക്കുക. ഇത് ഖുത്ബയാണ്, നിങ്ങളുടെ കൽബിലേക്കാണ് ഞാൻ പൊന്തിച്ച കൈ. ഞാൻ വെറുതെ പൊക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പൊക്കാനാവില്ല. കാരണം ആ തെറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയാൽ അതുകൂടി അള്ളാഹു നന്മയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ ഇനി അതിലും വലിയൊരു കാരുണ്യം റബ്ബ് കാണിക്കേണ്ടതില്ല. എന്നിട്ടും തൗബക്ക് തയ്യാറില്ലെങ്കിലോ ഓരോ ശിക്ഷിക്കണ്ടേ? വേണോ? ഏറ്റവും നിന്യവും നീചവുമായി ശിക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പറയില്ലേ ശിക്ഷിക്കേണ്ടതാണ് അല്ലേ? അള്ളാഹു തൗബ ചെയ്താൽ അത് മാപ്പാക്കി തരാമെന്ന് അള്ളാഹു പറയുന്നു. പിന്നെ ചോദ്യകർത്താവ് നബിയോട് 2 ചോദ്യം ചോദിച്ചു. ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, മറ്റൊന്ന് നമ്മളുടെ കൂടെ കുട്ടി വളർന്നാൽ അവന് തിന്നാൻ കൊടുക്കേണ്ടി വരും. അതാണല്ലോ നമ്മളെ ഭയം അല്ലേ? അതല്ലേ നമ്മളെ ഭയം. നമ്മളെന്താ പറയാൻ കാരണം? നമ്മളെ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? നമ്മൾ 2 ഞമ്മക്ക് 2 എന്താ തുടങ്ങിയത്. ഇതിന്റെ കാരണം നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടും, കുട്ടികൾ വലുതായാൽ അവർക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരും, അതിനുള്ള വരുമാനമില്ല, അതിനല്ലേ കൊന്നത്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഅ്ലമുദ്ദൻബ്, ഏറ്റവും വലിയ പാപാണ്. ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കുടുംബത്തിലും ഈ തെറ്റ് ചെയ്യാത്തവരുണ്ടാവില്ല. ഉണ്ടാവുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഏറ്റവും മഹനീയമായ ഇസ്ലാമിന്റെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹീതമായ സന്ദർഭമാണല്ലോ ഈ ഖുത്ബ എന്ന് പറഞ്ഞത്. ആ ഖുത്ബ നിങ്ങളുടെ കൽബിന്റെ അകത്തളത്തിലേക്ക് കയറുമ്പോൾ മാത്രമാണ് നമുക്ക് തൗബ ചെയ്യണം. എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ പാപിയാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവേണ്ട. എന്നാലല്ലേ നമ്മൾ തിരുത്തുള്ളൂ അല്ലെ? ഇതൊക്കെ ഇനി തിരുത്താത്തവരാരാ? ഇതൊക്കെ അങ്ങനെ കേട്ടുപോകും, ഒന്നും തിരുത്തൂലാരാ? അള്ളാന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മുനാഫിക്കുകൾ, കൽബിൽ ഈമാനില്ലാത്ത മുസ്ലിങ്ങളുടെ കൂടെ നടക്കുന്ന മുനാഫിക്കുകളായ ആളുകൾ വലം യുസിറു അലൽ ഹിൻസിൽ അലീം, ഗുരുതരമായ പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുകയ്യ. അവര് ഗുരുതരമായ പാപങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയ്യ, മാറൂല ഒരിക്കലും. അപ്പൊ നമ്മൾ ആരാവും? മുനാഫിക്കായി പോവും, മൂമിനല്ല കേട്ടോ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ആക്കണമെന്ന് തീരുമാനിക്കാൻ എപ്പോൾ അവസരമുണ്ട്. ഏത് സമയത്തും മരിക്കാം അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ന്യൂസിലാൻഡിൽ പള്ളിയിൽ ജുമാക്ക് പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ജീവൻ പോകുമെന്ന് അവരാരും വിചാരിച്ചിട്ടില്ല. ഒരു വംശീയ വർഗീയ വിധ്വംസകവാദിയുടെ തോക്കിന്റെ മുമ്പിൽ ഷഹീദായി അവരെല്ലാം. നാളെ നമ്മൾക്ക് പറ്റൂല എന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ജാതീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, പ്രേമ കൊലപാതകങ്ങൾ എന്തെല്ലാണ് നടക്കുന്നത്. ആരാണ് നിന്റെയും നിങ്ങളുടെയും അവസാനം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും വല്ലാത്ത സങ്കീർണമായൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, തെറ്റുകൾ തിരുത്തുക. ചോദ്യകർത്താവ് നബിയോട് ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏത് കുറ്റമാണ് നബി അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലുത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ തസ്നിയ ബി ഖലീലത്തി ജാരിക,
നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക. അതാണ് അടുത്തതായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. എന്നിട്ട് നമ്മൾ വിചാരിക്കും വ്യഭിചരിക്കുക പറഞ്ഞാൽ വെറും വ്യഭിചാരം ശാരീരികമായ ബന്ധങ്ങൾ മാത്രമല്ല. അതുകൊണ്ടാണ് ഖുർആൻ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാ തഖറബു സിന, വ്യഭിചാരം കൊള്ള നിങ്ങൾ അടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിയന്ത്രിക്കണം. ഇസ്ലാം അതിനെല്ലാം തടയിട്ടുണ്ട്. ഇസ്ലാം അതിനെല്ലാം കൃത്യമായ രൂപത്തിൽ അടച്ചു കളഞ്ഞിട്ടുണ്ട്. പഴുതുകളെല്ലാം, നമുക്ക് തെറ്റുകൾ ചെയ്യാൻ അവസരമുള്ള മുഴുവൻ പഴുതുകളെയും ഇസ്ലാം അടച്ചിട്ടുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞ്? കല്യാണം കഴിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. എന്തിന്? പാതിവൃത്യത്തോടുകൂടി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകാൻ. നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവാക്കളെ വിളിച്ചിട്ട് പറയാൻ, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത്ത്, ആർക്കെങ്കിലും വിവാഹം കഴിക്കാനുള്ള ശാരീരിക യോഗ്യതകളും സാമ്പത്തിക യോഗ്യതകളും എത്തിക്കഴിഞ്ഞാൽ ഫൽ യതസവ്വജ്, അവൻ വിവാഹം കഴിക്കണം. അവനായാലും അവളായാലും വിവാഹം കഴിക്കണം. നോക്കാൻ, സംരക്ഷിക്കാനുള്ള പെണ്ണെട്ടൽ മാത്രമല്ല. ചില യുവാക്കൾ SLCക്ക് +1 +2 പഠിക്കല ജോലി, വെറുതെ പെണ്ണെട്ടാണ്. അങ്ങനെ പെണ്ണിട്ടുന്നുണ്ട്. ഓല് പതിവ്രതനാകാൻ കല്യാണം കഴിച്ചതല്ല, തെമ്മാടിയാകാൻ കല്യാണം കഴിച്ച എത്രയോ കുടുംബത്തുണ്ട്. +1 +2 ഡിഗ്രിക്ക് പഠിക്കുകയാണ്, കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുക. അള്ളാന്റെ റസൂൽ പറഞ്ഞതോ 14 നൂറ്റാണ്ട് മുമ്പാ പറഞ്ഞ്, നിങ്ങൾ യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത്ത്, നിങ്ങൾക്ക് സാമ്പത്തിക സൗകര്യം, ഒരു കുടുംബത്തെ പോറ്റാനും പരിപാലിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഫൽ യതസവ്വജ്, വിവാഹം കഴിക്കട്ടെ. ഫൈന്നഹു അഗല്ലു ലിൽ ബസർ, അത് കണ്ണിന് നിങ്ങളെ താഴ്ത്തിക്കളയാൻ ഏറ്റവും നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഏർപ്പാടാണ്. മറ്റ് അന്യ സ്ത്രീകളെ വൈകാരികമായ രൂപത്തിൽ വികാരഭരിതമായി നോക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ലായിരുന്നോ? കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മാസം നിങ്ങൾ ഒരു പെണ്ണിനെയും വേറെ നോക്കിയില്ല? ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്, ഇതും അടുത്തപ്പോഴാണ് വേറെല്ലേക്ക് നോട്ടം തുടങ്ങിയത്, അല്ലേ? ആണോ? അപ്പൊ എവിടെ തകരാറ് വന്നത്? കല്യാണം കഴിച്ചതിലാണോ തെറ്റ്? കല്യാണം കഴിച്ച ആളുകൾക്കാണോ തെറ്റ്? നമുക്ക് മടുക്കും എല്ലാം, അല്ലേ? ഏതും മടുക്കും, മടുക്കാത്തതൊന്നുമില്ല നമുക്ക്. അപ്പം മടുപ്പല്ല വേണ്ടത്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധി, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നോക്കാം, റസൂലുള്ളാഹി പറയാണ്, വഅഹ്സൻ ലിൽ ഫർജ്, അത് നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ് വിവാഹം. വമൻ ലാ, വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിലോ ഫസ്സൗമു വിജാ, എങ്കിൽ നോമ്പനുഷ്ഠിച്ച് സംരക്ഷണം നേടണം. നമ്മൾ നോമ്പ് നോക്കണം. കല്യാണം കഴിക്കാൻ പൈസ ഇല്ല, എന്നാൽ കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുകയല്ല വേണ്ട, നോമ്പനുഷ്ഠിക്കണം. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര മഹനീയമായതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രേമാഭ്യർത്ഥന നടത്തിയ ഒരു കുട്ടിയെ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ നടുറോഡിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. ആ കുട്ടി ചെയ്ത് തെറ്റണ്ട? ആ കുട്ടി ചെയ്ത് തെറ്റുണ്ട്. ആ കുട്ടിയല്ല, ഈ സ്ത്രീ സമൂഹത്തിലെ പെൺകുട്ടികൾ ചെയ്ത് തെറ്റിന്റെ ഭാഗമാണ് ആ കുട്ടി അനുഭവിച്ചത്. പെൺകുട്ടികൾ പച്ച പരിഷ്കാരത്തിന്റെ പടയോട്ടത്തിൽ ധാർമ്മികതയുടെ സർവ്വസീമകളും മറികടന്നാണ് നടക്കുന്നത്. നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, നമ്മളെ പെങ്ങന്മാരൊക്കെ നോക്കിയിട്ടില്ല. എല്ലാവരും അതെങ്ങനെ നടക്കുന്നത്? നമ്മളൊക്കെ ഭാര്യമാരും പെങ്ങന്മാരും എങ്ങനെ നടക്കുന്നത്? നിങ്ങളൊന്ന് വെറുതെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം പറഞ്ഞുതരാം. ആ മലയാളങ്ങൾ എഴുതി വെച്ചോളി, എന്നിട്ട് നിങ്ങളെ പുറേ പോയി നോക്കുക. മൂട് കുലുക്കി, മാറും കുലുക്കി, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും ചുവപ്പും പച്ചയും വർണ്ണം ചേർത്തേച്ച് മുടി ഒരു പ്രത്യേക കോലത്തിലാക്കി, ബാക്കിലേക്ക് വേറെ തലള്ളമായിരിയാക്കി, അതിന്റെ പുറമെ പിരികം നേർപ്പിച്ച്, അല്ലേ? എന്നിട്ട് ചുണ്ടിന് ലിപ്സ്റ്റിക് ഇട്ട് എല്ലാ നഖത്തിനും ചുവന്നവും പച്ചയുമായ കളറുകൾ വർണ്ണാഭമായി നടക്കുകയാണ്. ആൺകുട്ടികളെ വരൂ എന്നൊന്ന് വ്യഭിചരിച്ച് തരൂ എന്ന് പറയും വിധമാണ് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും നടക്കുന്നത്. അത് നിങ്ങളോടെന്തോന്ന് നോക്കുന്നത്? വെറുതെ ഓരോരുത്തർ പ്രേമിക്കുന്നു, പ്രേമിച്ച് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയും. ഇവന് എവിടുന്നാണ് ഈ വികാരം ഉണ്ടാക്കി തീർന്നത്? ഇത്രയും അപകടകാരിയായി അവനെ മാറ്റിയത് നമ്മളുടെ സ്ത്രീ സമൂഹമാണ്. അതിന്റെ പേര് പച്ച പരിഷ്കാരം.
പച്ചപരിഷ്കാരികളായ പെൺകുട്ടികളുടെ മൂടും മാറും കുലുക്കിയിട്ട് നടക്കുന്നുണ്ട്. ആ പദം നല്ലോണം മറക്കണ്ട. മൂടും മാറും കുലുക്കി വർണ്ണശബളമായ ശരീരഭാഗങ്ങൾ എല്ലാവരെയും കാണിച്ച് ഒരു ആൺകുട്ടി എവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ നോക്കി അവന്റെ നേരെ ചൂണ്ടേറിഞ്ഞ് അവനെ മാനസികമായി തളർത്തി അവന്റെ വീട്ടിൽ ചെന്ന് അവൻ ഇനി അതൊന്നും വേണ്ട, ഒരു കൈവെള്ളയിൽ പിടിക്കുന്ന തന്റെ മൊബൈലിൽ നോക്കിയാൽ മതി, കണ്ണും കാതും കരളും ഒക്കെ നശിച്ചു പോകും. പിന്നെ നമ്മളുടെ സിനിമക്കാരും നമ്മുടെ സീരിയലുകാരും അവരെല്ലാം ഉടുത്തത് ഉരിഞ്ഞ് ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്, തിമർത്താടുകയാണ്. അവരെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങളെ, കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇസ്ലാം ഇതൊക്കെ ഹറാമായി പറഞ്ഞതാണ്. ഇതൊക്കെ ഏറ്റവും വലിയ വൻ കുറ്റങ്ങളും പാപവുമായി പറഞ്ഞതാണ്. ഇപ്പൊ ആണിനും പെണ്ണിനും ഇതൊന്നും കുറ്റമല്ലാണ്ടായിരിക്കുന്നു. പള്ളിയിലും വരും തന്നെ ഇതേ ആളുകൾ പള്ളിയിലും ഉണ്ടാവും. നമ്മളിന്ന് ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ടാവും. ജുമാക്ക് ഓടുന്ന വരുന്നത് പള്ളിയിൽ പോയി വരിക. ഓഹോ, എന്തിനാ പോയത്? ഓല കോലാത് നിങ്ങൾ കൊടുന്ന് ഇറക്കിക്കണോ? മിക്കവാറും ഇറക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മകളെ വിവാഹം കഴിക്കുകയാണെങ്കിലും എന്താ ഡ്രസ്സ്? തലേ ദിവസം ബ്യൂട്ടി പാർലറിൽ ആള് വരികയാണ്. എന്തിന്? മുഖത്ത് ഗിൽറ്റി ആക്കാൻ അല്ലേ, കളർഫുൾ ആക്കാൻ, പ്രത്യേകതരം വസ്ത്രധാരണം. ഇതൊക്കെ ചെയ്യുന്ന ഹറാമിന്റെ മാപ്പിള മക്കളെ ചിന്തിക്കണം. നിങ്ങളുടെയൊക്കെ മയ്യത്ത് പൊതിയാനും ഇതേ ബ്യൂട്ടി പാർലർ നാളെ കൊണ്ടുവരണം കേട്ടോ. സിനിമാ നടികളെയും സിനിമാ താരങ്ങളൊക്കെ മരിച്ചാൽ ഓരോ ബ്യൂട്ടി പാർലറിന് ആള് വന്നിട്ടാ കഫൻ ചെയ്യുക. ഓരോ മുഖമൊക്കെ നമുക്ക് ചത്താലും പോലത്തെ ആ ക്വാളിറ്റി കാണണം അതിനു വേണ്ടിയിട്ട്. അതേപോലെയാണ് അത്ര അവരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സമൂഹം നശിച്ച് മൃഗപ്രായനായി ഒരു നിലക്കും കൊള്ളരുതാത്തവനായി അവസാനം മരിച്ചു പോകുമ്പോൾ 3 കഷ്ണം തുണിയിൽ ഇസ്ലാമിന്റെ സുന്നത്ത്, എന്നിട്ട് ഇസ്ലാമിന്റെ സുന്നത്ത് മറമാടൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഏതാവട്ടെ, നമുക്ക് ഇസ്ലാമിലെ വിവാഹം അതിന് പതിവ്രതയായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഇസ്ലാം വിവാഹം വെച്ചത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, പതിവ്രതനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വിവാഹം കഴിച്ചാൽ അള്ളാഹു അവരെ സഹായിക്കും. അള്ളാന്റെ റസൂല് പറയാണ്, ഹക്കുൻ അലല്ലാഹ് ഔനുമൻ നകാ ഇൽത്തിമാസുൽ അഫാഫ് അമ്മാ ഹറമല്ലാഹ്. അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പതിവ്രതനാകാൻ വേണ്ടി ഒരാൾ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിച്ചവനെ അള്ളാഹു പതിവ്രതനായി ജീവിക്കുവാൻ സഹായിക്കും. അള്ളാഹ് സഹായിക്കും. നമ്മൾ അള്ളാഹ് സഹായിച്ചില്ലെങ്കിൽ നമ്മൾ പതിവ്രതനാകാൻ കല്യാണം കഴിച്ചതല്ല, നമ്മൾ വികാരം തീർക്കാൻ കല്യാണം കഴിച്ച. ഒരാൾ വിവാഹം കഴിക്കേണ്ടത് പതിവ്രതനാവാനാണ്. എന്നിട്ടും ഇതേ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഹറാമാക്കിക്കൊണ്ട് കൽപ്പനാരൂപത്തിൽ അള്ളാഹു പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീൻ യഗുല്ലൂ മിൻ അബ്സാരിഹിം. വിശ്വാസിയോട് നബിയെ പറയുക, അവർ പുറത്തൂടെ അന്യ സ്ത്രീകളുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവരുടെ കണ്ണുകൾ താഴ്ത്തണം. വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ജനേന്ദ്രിയം കാത്തു സൂക്ഷിക്കണം. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് പരിശുദ്ധമായ ജീവിതം. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും. എന്നിട്ട് ഖുർആൻ സൂറത്തുൻ നൂറിൽ വീണ്ടും തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളാണെന്ന് പറയുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞേക്ക്, യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തണമെന്നും, വയഹ്ഫൾന ഫുറൂജഹുന്ന, അവരുടെ ജനേന്ദ്രിയം അവർ കാത്തു സൂക്ഷിക്കണമെന്നും, വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സീനത്ത് അവർ വെളിവാക്കാൻ പാടില്ല. അലങ്കാരം എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ അലങ്കാരം? സീനത്ത് വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സീനത്ത് എന്തൊക്കെയാണ്? കാത് കാണാൻ പാടില്ല, കാതിന്റെ ഉള്ളിലുള്ള അവർ ധരിച്ചിരിക്കുന്ന ആഭരണം കാണാൻ പാടില്ല, കഴുത്ത് കാണാൻ പാടില്ല, കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണം കാണാൻ പാടില്ല, കൈ കാണാൻ പാടില്ല, കയ്യിൽ ധരിച്ചിരിക്കുന്ന ആഭരണം കാണാൻ പാടില്ല. അതാണ് വലാ യുബ്ദീന സീനത്തഹുന്ന എന്ന ആയത്തിന് മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞു. അങ്ങനെ ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളൊക്കെ അപായ ഇതുണ്ടല്ലോ, ഏത് അവരുടെ ഒരു പർദ്ദ, അതിന്റെ കൈ ഇത്ര വീതി ഉണ്ടാവും, മനസ്സിലായോ? നമ്മളെ പള്ളിയിലച്ഛന്റെ മാതിരി നടക്കുക. അപ്പൊ അവരൊന്ന് കൈ പൊന്തിച്ചാൽ ഇങ്ങോട്ട് പോരും, കാരണം അടിയിലൊന്നുമില്ല, അടിയിൽ എന്തോ ഒരു സാധനമാണ്. അപ്പൊ കൈ മുഴുവൻ പുറത്തു കാണും. ഇത് വലാ യുബ്ദിന സീനത്തഹുന്ന, ഭംഗി വെളിവാക്കാൻ പാടില്ല, വെളിവാക്കാൻ പാടില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം വെളിവാക്കലാണ്. നമ്മളെ ഭാര്യ ആയാലും നമ്മളെ മോളായാലും ഒരു പെൺകുട്ടിയാണോ
ഭംഗി വെളിവാക്കലാണ് അവളുടെ മനസ്സിന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായി? വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. വീണ്ടും പറയുന്നു, വലാ യദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ മക്കരകൾ മാർവിടത്തിലേക്ക് താഴ്ത്തിയിടണം. മുഖവും മുൻകൈയും വെളിവാകണം. മുഖയും വെളിവാകലാണ് ഒരു യഥാർത്ഥമായ ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ യഥാർത്ഥ രൂപം. അത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്തുനിന്ന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മൂക്കൊക്കെ മറക്കാം. നല്ലത് ഇല്ലാമാ ലഹറ മിൻഹ എന്ന് പറഞ്ഞ് സ്വയം വെളിവായത് അത് മുഖവും മുൻകൈയാണ്. മുഖവും മുൻകൈയും വെളിവാകണം. അത് അയാളെ തിരിച്ചറിയൽ ആണ്. ആരാണത്? ഇപ്പം അതെല്ലാം മറച്ചു നടക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാട് ഇറങ്ങിയപ്പോ എന്താ ഉണ്ടായത് വെച്ചാൽ കുറെ പെൺകുട്ടികൾ കണ്ട കുട്ടികളുടെ കൂടെ, ആൺമക്കളെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിൽ പോകുന്നു. ഇതെല്ലാം കെട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും ഈമാന്റെ നിറകുടമായിട്ട് പോവുകയാണ്. അല്ലേ? കാണില്ലേ? ഒരുപാട് പുരുഷന്മാരുടെ, ആൺകുട്ടികളുടെ പുറത്ത് ചാരിക്കെടുക്കുകയാണ്. ബാപ്പ കാണരുത്. ആരാ കാണാണ്ടിരിക്കുക? ബാപ്പ കാണൂല, ഉമ്മ കാണൂല, എളാപ്പ കാണുന്നില്ല, നിങ്ങളുടെ ബന്ധുക്കൾ കാണുന്നില്ല. പക്ഷേ വല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്ന അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. നമ്മളുടെ ഭംഗി വെളിവാക്കാൻ പാടുള്ളത് ഖുർആന്റെ നിർദ്ദേശമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കിയാൽ നമുക്ക് അല്ലാഹു ഇഹത്തിലും പരലോകത്തും അല്ലാഹു ഇരട്ടി ഓഹരി തരാമെന്ന് അല്ലാഹു ഓഫർ തന്നിട്ടുണ്ട്. ആ ഓഹരി വാങ്ങാൻ, ആ വിശുദ്ധി ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിനുള്ള തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി തയ്യിബീന ത്വാഹിരീൻ വമൻ വാല. അമ്മാ ബഅദ്. ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മേൽ പറഞ്ഞ വിധം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുക. നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും ഇസ്ലാം പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഓഫി ബിലി അഹദിക്കും സറക്ക, നിങ്ങൾ ഓരോരുത്തരുടെയും ലൈംഗിക ജീവിതത്തിൽ പോലും അള്ളാഹു പ്രതിഫലം തരും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇതിന് പ്രതിഫലം ഉണ്ടോന്ന്. അപ്പൊ നബി ചോദിച്ചു, ഹറാമിലൂടെ ചെയ്താൽ ശിക്ഷ കിട്ടൂലേ? എങ്കിൽ ഹലാലിലൂടെ ചെയ്താൽ പ്രതിഫലം കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന് പോലും ഇസ്ലാം പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായൊരു ജീവിതമാണ്. എന്നാൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ നൂതനമായി അവരുടെ സ്വന്തത്തെ പ്രകാരം ഒരു മതവും അനുശാസിക്കാതെ അവർ ബ്രഹ്മചാരിത്വം സ്വീകരിച്ചു. ക്രിസ്തീയ സഹോദരന്മാർ അവര് പറഞ്ഞു, വിവാഹം കഴിക്കാതിരിക്കുന്നത് പുണ്യകരമാണ്. വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഉണ്ടാക്കി. എന്നിട്ട് ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചു എന്നാൽ നിങ്ങൾ യേശുവിന്റെ മണവാട്ടികളായിരിക്കും. അതുകൊണ്ട് യേശുവിന്റെ മണവാട്ടിയാകാൻ കല്യാണം കഴിക്കാൻ നടക്കണം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഫിൽ ഇസ്ലാമി റഹ്ബാനിയ, പൗരോഹിത്യം ഇസ്ലാമിലില്ല. ലാ ഇൻസാ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഷണ്ഡീകരണം വരുത്താൻ പാടില്ല. ഒരാള് ഷണ്ഡീകരണം വരുത്തുകയാണ്. വിശദമായി പറയാൻ മിമ്പറയായതുകൊണ്ട് പറ്റില്ല. ഷണ്ഡീകരണം ചെയ്യാൻ പാടില്ല, അതും ഇസ്ലാം നിരോധിച്ചതാണ്. അതുപോലെ തന്നെ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തബത്തുൽ, ബ്രഹ്മചര്യം ഇസ്ലാം അനുവദിക്കൂല, ഒക്കെ നിരോധിച്ചതാണ്. ഇതൊന്നും പാടില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ. സൂറത്തുർ റഅദിൽ 88-ാം ആയത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, മുഹമ്മദ് നിനക്ക് മുമ്പ് നാം അയച്ച മുഴുവൻ പ്രവാചകന്മാരെയും നാം അയച്ചപ്പോൾ വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, അവർക്കൊക്കെ ഭാര്യമാരെയും മക്കളെയും നാം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യമാരെയും മക്കളെയും കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമികമായി ഇതാണ് പുണ്യകർമ്മം. വിവാഹം കഴിക്കാനൊക്കെയല്ല പുണ്യകർമ്മം. മറ്റെന്തെങ്കിലും ഷണ്ടത്വമുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു കല്യാണം കഴിച്ച് ഭാര്യനെ അടങ്ങറാക്കാൻ കയറും. ചിലവർ അങ്ങനെ ഉണ്ട്.
പുരുഷന്മാർക്ക് ഷണ്ടത്തുണ്ടാവും. കല്യാണം കഴിച്ചു നോക്കിയാൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് കഴിക്കുക. അതുപോലെ ചില ആൾക്കാർ ഭ്രാന്തായ ചെറുക്കന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, ഭ്രാന്ത് മാറാൻ, ഭ്രാന്ത് മൂക്ക് കഴിയുക. ലോകത്തൊരു ശാസ്ത്രം പറഞ്ഞില്ല കല്യാണം കഴിച്ചാൽ ഭ്രാന്ത് മാറുന്നു. കാരണം ഒരു കാരണവശാലും ഭ്രാന്ത് മാറൂല. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ ഭ്രാന്ത് ഉറപ്പാ കൂടും. അതിന്റെ 4-5 കൊല്ലത്തേക്ക് ചിലപ്പോൾ കൂടിയില്ല എന്ന് വരും. കാരണം നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ ഓളുടെ കൂടെ പോകുമ്പോൾ എത്ര സമയം ഇരുന്നാലും സമയം പോകേണ്ട അറിയില്ല, അല്ലേ? ഇപ്പോഴോ ഓള് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് വെറുപ്പിക്കാൻ അജി പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, ഞാൻ ആയിക്കോട്ടെ, ഏറ്റ് സമ്മതിച്ചു, പോരെ ആട്ടിപ്പായിപ്പിക്കുക. നേരെ മറിച്ച് മുമ്പാണെങ്കിലോ നമ്മൾ വന്നാൽ ഓള് നമ്മുടെ അടുത്ത് വന്നിരുന്ന് ചായ തന്ന് നമ്മൾ ഒന്ന് കൊഞ്ചിച്ചൊക്കെ നിൽക്കണം, അല്ലേ? അതൊക്കെ ആഗ്രഹിച്ചിരുന്നു മുമ്പ്. ഇപ്പോൾ കൊഞ്ചിക്കാൻ വന്നാൽ വേറെ ആളെ പണി നോക്ക്. എനിക്ക് ഈ ഭാഗത്ത് കൂടിയതാണ്, അതുണ്ട് വേറൊന്ന്. കല്യാണം കഴിച്ചാൽ ഭാര്യനോട് ബാധ്യത ഉണ്ട്. നോമ്പ് നിൽക്കാൻ പാടില്ല, അറിയോ? സുന്നത്ത് നോമ്പുകളൊന്നും നിൽക്കാൻ പാടില്ല. സമ്മതം ചോദിക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാണ്ട് സുന്നത്ത് നോമ്പ് നിൽക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന് ദാമ്പത്യ ബന്ധത്തിന് ഇസ്ലാമിന് പ്രാധാന്യം. ഇവരെ നശിപ്പിക്കാൻ പാടില്ല, ഇവൾ കേടുവരാൻ പാടില്ല, ഇവൻ കേടുവരാൻ പാടില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ ഭാര്യയോട് ഏറ്റവും ചുരുക്കം ഒരു ദിവസം ഒരമണിക്കൂറോ, ഏറ്റവും ചുരുക്കമോ അരമണിക്കൂറെങ്കിലും ഒരു കിഞ്ചന വർത്തമാനം, താലോലിക്കുന്ന വർത്തമാനം, സ്നേഹത്തിന്റെ വർത്തമാനം ഭാര്യമാരോട് പറയണം. എങ്കിൽ നമ്മുടെ ഭാര്യ വഴികിട്ടു പോകില്ല. നമ്മൾ ഓളുടെ നേരെ ആദ്യത്തിൽ നല്ല അവളും വിചാരിച്ച് ഓളെന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം, എനിക്ക് ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടും ഞാൻ വിചാരിച്ചില്ലേ. അത് പറഞ്ഞ ഓള് 4 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് ഭർത്താവ് എന്ന് വെച്ചാലോ, അതൊന്നും പറയണ്ട, പെടാപ്പാട് പെട്ടുപോയി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴും 2 മക്കളായില്ലേ, തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോഴേക്കും നമുക്ക് ഈമാൻ വിട്ടു. ഈമാൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിനോളം സുന്ദരനായ, എന്റെ ഭർത്താവിനോളം സുശീലനായ, എന്റെ ഭാര്യയോളം സുന്ദരിയായ സുശീലയായ ഒരു പെണ്ണും ഭൂലോകത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയെ പഠിപ്പിക്കുന്നുവോ അന്നൊന്നും നിങ്ങൾക്ക് വേറെ പെണ്ണ് വേണ്ട കേട്ടോ. ഇത് ഈ ചിന്ത നിങ്ങൾ എപ്പോൾ വിട്ടുപോകുന്നോ അപ്പം മുതൽ, ആ നിമിഷം മുതൽ നിങ്ങൾക്ക് വേറെ പെണ്ണ് വേണം, വേറെ ആണ് വേണം കേട്ടോ. സൂക്ഷിക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിന് ചില ആളുകൾ ചെയ്യുന്ന ചില ദുർവൃത്തികളുണ്ട്. ചിലര് സ്വവർഗരതിയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്നത് അവരുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വരെ ഉപയോഗിക്കുന്നവരുണ്ട്. മൃഗങ്ങളെ വരെ, വീട്ടിൽ ആടോ പട്ടിയുണ്ടെങ്കിൽ അതിന്റെ നേരെ വരെ വികാര പൂർത്തീകരണം നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വളരെ ശപിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ വികാര പൂർത്തീകരണം നടത്തുന്ന ഒരുപാട് വേറെയും പല ആളുകളുണ്ട്. അവരെക്കുറിച്ചൊക്കെ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറയാ, ഉഖ്തുലുൽ ഫായില വൽ മഫൂല, നിങ്ങൾ നൂഹ് നബിന്റെ കാലത്തുണ്ടായിരുന്ന സ്വവർഗരതി, പരസ്പരമുള്ള ആണിനെയും പെണ്ണിനെയും ഭോഗിക്കുന്ന ആളുകളെ, ഉഖ്തുലുൽ ഫായില വൽ മഫൂല ബി, അത് ചെയ്തവരെയും ചെയ്യാൻ നിന്നുകൊടുത്തവരെയും കൊല്ലണം. ഇസ്ലാമിന്റെ നിയമത. നമ്മളെന്താ പറയാ അറിയോ, അത് വലിയ കുറ്റമില്ലല്ലോ എന്നാ, അല്ലേ? അല്ലേ? ഗർഭമൊന്നും ഉണ്ടാവില്ലോ, നമ്മളെ കാര്യം നടക്കുകയും ചെയ്യും. നിങ്ങളെ കൊല്ലണം എന്നാ ഇസ്ലാമിന്റെ നിയമം കേട്ടോ. ഉഖ്തുലുൽ ഫായില് മഫൂല് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ കുറെ ആൾക്കാർ ഇത് പഠിച്ചോണ്ടാവും. ഓലെയായിരിക്കും കർത്താവിനെയും കർമ്മത്തിനെ, ആ കർത്താവ് കർമ്മം തന്നെ അത് കേട്ടോ. അതായത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കൊല്ലണം. ആരാ? മൻ അമല ഖൗമ ലൂത്ത്, മൻ അമല പ്രവർത്തിച്ചവരെ, അമല ഖൗമ ലൂത്ത്, ലൂത്ത് നബിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തതുപോലെ ചെയ്ത ആളുകളെയും കൊല്ലണം. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധം പുലർത്തേണ്ടത് ഭാര്യമാരോടാണ്. വഴിവിട്ടുപോയ പല ബന്ധങ്ങളിലും വിവാഹം ഹറാമാക്കിയ ആളുകളുമായി, ഭാര്യ, പെങ്ങള്, അങ്ങനത്തെ ആളുകളുണ്ടല്ലോ ഹറാമാക്കിയ, വിവാഹം ഹറാമാക്കിയ ആളുകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ അവരെയും, ഉഖ്തുലുല്ലദീ യഖഉ അലാ ദാത്തി മഹ്റമി, മഹ്റമുമായി വൈവാഹിക ബന്ധം പുലർത്തിയാൽ അവരെയും കൊല്ലണം. ഇസ്ലാമിലെ നിയമങ്ങൾ അതൊക്കെ കേട്ടോ. അതുപോലെ കല്യാണം കഴിഞ്ഞ ഉടനെ ചില ആളുകൾ, ചില മൃഗങ്ങൾ, അത് യുവാക്കളാണ് ഭൂരിഭാഗവും ഈ ഹദീസിന്റെ പരിധിയിൽ വരിക. മൻ അത്ത ഹൈലൻ, ഒരു ഹൈലുള്ള പെണ്ണിന്റെ അടുത്ത് പോയി, ഔ ഇമ്രാത്തിൻ ഫി ദുബരിഹ, അല്ലെങ്കിൽ അവളുടെ പിൻദ്വാരത്തിലൂടെ,
ലൈംഗിക ബന്ധം പുലർത്തിയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആന്റെ സത്യനിഷേധിയാണ് അവൻ. ഇങ്ങനെയൊക്കെ മൃഗങ്ങളായി മാറുന്ന മുസ്ലിങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇത്തരം ദുർവൃത്തികളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലീമസമായ ലൈംഗികതയിൽ നിന്നും അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല മനസ്സ്, വിശുദ്ധമായ മനസ്സും വിശുദ്ധമായ ജീവിതവും അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് പിരിയാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. രോഗികളെ പരിചരിച്ചുകൊണ്ട് ദുഃഖവും സങ്കടവും പേറി ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായി പോയവർക്ക് അല്ലാഹു നാളെ പരലോകത്ത് ഉന്നത പദവികൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.